ഹലോ ഗായ്സ്, നമ്മളിതേ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. എൻ്റെ വല്ലത്ത് വീട്ടിൽ പോകാൻ വേണ്ടിയിട്ടാണ് ഞാനും സുക്കുമ്പയും കൂടിയും ഇപ്പം ഇങ്ങനെ ഒരുങ്ങി കെട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇക്കാക്ക വന്നിട്ട് ഞങ്ങൾ റെഡിയാക്കിയിട്ട് കോതമംഗലം സ്റ്റാൻഡിൽ കൊണ്ടുവന്നാക്കി നമ്മൾ ബസ് കയറ്റി വിട്ടു. അപ്പോൾ നമ്മൾ ബസ്സിനാട്ടോ പോണത്. അപ്പം നല്ല ക്ലൈമറ്റ് ആയിരുന്നു, മഴയൊന്നും ഉണ്ടായില്ല, അത്യാവശ്യം വെയിൽ തണൽ അങ്ങനത്തെ ഒരു ക്ലൈമറ്റ് ആയിരുന്നു. അങ്ങനെ നമ്മളിതേ കോതമംഗലത്ത് നിന്ന് നല്ല പാട്ടൊക്കെ കേട്ട് ബസ്സിൽ കയറി പോവുകയാണ്. പിന്നെ നമ്മളിത് പെരുമ്പാവൂർ സ്റ്റാൻഡിലെത്തിയിട്ടു. സ്റ്റാൻഡിലെത്തിയപ്പം ഒറ്റ ബസ്സില്ല. അവിടെ നിന്ന് എങ്ങനെയൊക്കെയോ ബസ് കിട്ടി. വല്ലത്ത് എത്തിക്കഴിഞ്ഞപ്പം എൻ്റെ കുഞ്ഞുമ്മ അതുപോലെ എൻ്റെ ആൻറ്റിയുടെ മോളൊക്കെ ഉണ്ടായിരുന്നു വല്ലത്ത് തന്നെ. അങ്ങനെ നമ്മൾ അവരുടെ കൂടെ നേരെ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ അറിയാമല്ലോ, ഫുൾ റെസ്റ്റാണ്. നമുക്ക് നമ്മുടെ വീട്ടിലെത്തുമ്പോഴാണല്ലോ എപ്പോഴും റെസ്റ്റ് കിട്ടുന്നത്. അങ്ങനെ നമ്മളിത് അവിടെ ഇരുന്നു. പിന്നെ നമ്മൾ നേരെ അടുക്കളയിലോട്ടൊന്ന് പോയി നോക്കാമെന്ന് വിചാരിക്കുകയാണ്. അടുക്കളയാണല്ലോ നമ്മുടെ മെയിനായിട്ടുള്ള ഒരു ഏരിയ. അവിടെ ചെന്നപ്പോൾ അമ്മായി ഇതേ അവിടെ ചിക്കൻ ബിരിയാണി വയ്ക്കാനുള്ള മെയിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കുവാണ്. അങ്ങനെ നമ്മൾ വന്നിരുന്ന് ഫുഡൊക്കെ കഴിച്ച് ബിരിയാണിയൊക്കെ നന്നായിട്ട് വയറ് നിറച്ച് കഴിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് കുറച്ച് നേരം ഫോട്ടോസൊക്കെ എടുത്തു, വീഡിയോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞപ്പം എൻ്റെ ആൻറ്റിമാരൊക്കെ വന്നു. എൻ്റെ ആൻറ്റിയുടെ മക്കൾ, ഇളയപ്പ എല്ലാവരും വന്ന് നമ്മൾ പള്ളിപ്പെരുന്നാളിന് പോകാൻ റെഡി ആവാണ്ട്. നമ്മൾ വല്ലത്തെ പള്ളിയിൽ പെരുന്നാളാണ്. അപ്പോൾ എല്ലാവരും കൂടെ കാറി കയറി ഇരുന്നു. അവൻ ആൻറ്റിയുടെ മോൻ കൊണ്ടുവന്നാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ വല്ലത്തെ പള്ളിയിൽ പോയി. അപ്പോൾ ഈ അനു ഒക്കെ ഉണ്ടല്ലോ, എൻ്റെ ആൻറ്റിയുടെ മോളാണ് അനു. അവൾ ആദ്യമായിട്ട് പോണതാട്ടോ ഇപ്പോഴത്തെ വല്ലത്തെ പള്ളിയിൽ പെരുന്നാളിന്. അപ്പോൾ അവിടെ പാട്ടൊക്കെ വെച്ചിട്ടുണ്ട്. അതാണ് സുക്കുമ്പി ഇതേ കയ്യൊട്ടി പാട്ടായിട്ട് പോണത്. അങ്ങനെ നമ്മളിതേ പള്ളിയിലെത്തി. ഭക്ഷണം ഇറങ്ങണേക്കാൾ മുന്നേ ആണ് നമ്മൾ എത്തിയത്. കാരണം രാത്രി പ്രദക്ഷിണം ഇറങ്ങിക്കഴിഞ്ഞാലാണ് വെടിക്കെട്ട്, വാണം പൊട്ടൽ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ, പടക്കം പൊട്ടിക്കലൊക്കെ അപ്പോഴാണ്. അപ്പം നമ്മൾ അതിന് മുന്നേ തന്നെ എത്തിയിട്ടോ. കാരണം തിരക്കായി കഴിഞ്ഞാൽ ഭയങ്കര പ്രദക്ഷിണം ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒട്ടും നടക്കാൻ പറ്റാത്ത അവസ്ഥ ആയതുകൊണ്ട് നമ്മൾ നേരത്തെ തന്നെ എത്തിയായിരുന്നു. പിന്നെ പ്രത്യേകിച്ച് ഒന്നും വാങ്ങിക്കാനുണ്ടായില്ല. കടകളൊക്കെ വെറുതെ കയറി കണ്ടു, എന്നാൽ അതൊന്നും വാങ്ങിച്ചില്ല കേട്ടോ. കാരണം ഞാൻ പള്ളിപ്പെരുന്നാളിന് ഇവിടെ കന്നിരാന്തിക്ക്, കോതമംഗലം കന്നിരാന്തിക്ക് എനിക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങിച്ചായിരുന്നു. പിന്നെ സുക്കുമ്പിക്ക് പിന്നെ എവിടെ ചെന്നാലും സാധനങ്ങൾ ആവശ്യമാണല്ലോ. അപ്പോൾ സുക്കുമ്പിക്ക് നമ്മളൊരു ട്രെയിൻ വാങ്ങിക്കൊടുത്തു. പിന്നെ എന്താ സ്ലൈമോ എന്തൊക്കെ സാധനങ്ങളൊക്കെ അവൻ വാങ്ങിച്ചു. അങ്ങനെ വാങ്ങിക്കൊടുത്തിട്ടോ. ഒട്ടും തിരക്കുണ്ടായില്ല കേട്ടോ. തിരക്ക് വന്നെ ഉണ്ടാവുള്ളൂ. അതിന് മുന്നേ നമ്മൾ തിരിച്ച് വീട്ടിലെത്താൻ പാകത്തിനാണ് പോയത്. പിന്നെ ഇക്കാക്ക് വിളിക്കാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് അതിന് മുന്നേ വീട്ടിലെത്തണമായിരുന്നു. അതിന് സുക്കുമ്പിക്ക് ഒരു മാംഗോ ബാർ വാങ്ങിച്ചു. ഞങ്ങൾ ബജ്ജി കഴിക്കാം എന്നുള്ളൊരു തീരുമാനത്തിൽ നിൽക്കുവാണ്. അപ്പോൾ എല്ലാ ബജ്ജിക്കടയിലും ആൾക്കാർ ഇങ്ങനെ കൂടി നിൽക്കണോണ്ട് നമുക്ക് കഴിക്കാനുള്ള സെറ്റപ്പില്ല. അങ്ങനെ നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിച്ച് ഒരു ബജ്ജിക്കട കിട്ടി. അവിടെ ചെന്ന് നമ്മൾ മുളക് ബജ്ജി വാങ്ങിച്ചു, മുട്ട ബജ്ജി വാങ്ങിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ബജ്ജിക്ക് നല്ല ചൂടുണ്ടായിരുന്നു, ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ കൂടെ കിട്ടിയ ചട്നി അതായിരുന്നു 5 പൈസക്കില്ലായിരുന്നത്. ഭയങ്കര എരിവ്, ചുമ്മാ മുളക് പൊടി കലക്കി വെച്ചതുപോലെ. എന്നാലും ഞാൻ വലിച്ച് വാരി കഴിച്ചു. കിട്ടുന്നതൊക്കെ നമ്മൾ കഴിക്കുമല്ലോ. അങ്ങനെ അതൊക്കെ കഴിച്ച് നമ്മൾ നേരെ തിരിക്കുവാണ്ട് വീട്ടിലോട്ട്. അപ്പോഴത്തേക്കും സന്ധ്യ ആയിരുന്നു. അപ്പോൾ പള്ളിയിൽ ലൈറ്റൊക്കെ ഇട്ടിട്ട് ഒന്ന് സെറ്റപ്പായി തുടങ്ങി. എന്നാലും നമ്മളവിടെ നിന്നില്ല കേട്ടോ. കുറച്ച് നേരം ലൈറ്റൊക്കെ കണ്ടിട്ട് നമ്മൾ നേരെ നടന്ന് വീട്ടിലോട്ട് പോവാണ്. വീട്ടിൽ ചെന്നപ്പോൾ തന്നെ ഇക്കാക്ക വരാമെന്നൊക്കെ പറഞ്ഞ് വിളിച്ചായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ വീട്ടിൽ ചെന്ന് അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് പോവാണ്ട്. ഇപ്രാവശ്യം വന്ന് ബുള്ളറ്റിനാണ്, കാറും കൊണ്ടല്ല വന്നത്. അപ്പോൾ നമുക്ക് നേരത്തെ തന്നെ വീട് പിടിക്കണം. അതുകൊണ്ട് ഒരു 7 മണി ഒക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ വീട്ടിലോട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അപ്പോൾ ഞാൻ വീടെത്തുള്ളൂ.